തമ്മിലുള്ള പിണക്കമൊക്കെ തീർക്കാൻ ചെന്ന ചന്ദ്രമതിയും രവീന്ദ്രനെയും കണ്ണ് തള്ളിപ്പിച്ചുകൊണ്ട് രണ്ടുപേരുടെയും ആ ഒരു റൊമാൻസ് ആണ് രണ്ടുപേരും കാണുന്നത്. ചേനായി പോയി ചന്ദ്രമതി. വീടിന്റെ വാതക്ക് നിന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങള് ചന്ദ്രമതിക്കാണ്. രവീന്ദ്രന്റെ മുഖത്ത് നോക്കാൻ പോലും ആകെ നാണക്കേടായി പോയി കേട്ടോ. എന്തായാലും വൈകിട്ടെന്നെ പിക്ക് ചെയ്യാൻ വന്നോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ആ ടാറ്റ പറഞ്ഞങ്ങ് പോവാണ്. ശ്രീകാന്താണ് ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് നാണത്തോടെ തിരിഞ്ഞപ്പോ കണ്ടത് ഇവരെ. അമ്മയെന്ന് ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോവാ. എന്തായാലും രവീന്ദ്രൻ പറഞ്ഞു, അതെ വർഷ പറഞ്ഞത് ഓർമ്മയില്ലേ? വർഷ എന്താ പറഞ്ഞത്? പ്രായോഗികമായി വയസ്സാം കാലത്ത് മര്യാദക്കിരുന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിലേ ആശുപത്രികളെ കയറി ഇറങ്ങേണ്ടി വരും. വർഷ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് രവീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണിനു ഈ പണക്കാരപ്പെട്ട വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയാണോ? സ്ഥലകാലബോധം ഇല്ല, എവിടെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും എവിടെ വെച്ച് എന്ത് ചെയ്താലും ഇപ്പൊ അവളോട് വല്ലതും ചെയ്യാൻ പോയായിരുന്നെങ്കിൽ ആരുടെയും കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല, അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്തായാലും ചന്ദ്രമതി മേടിച്ചതിന്റെ അകത്തേക്ക് കയറി പോവാണ്. രവീന്ദ്രനും മനസ്സിലോർത്തി പിള്ളേരുടെ ഒരു കാര്യം കാലം പോയ പോക്കേ. പിന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടെ പൂവൊക്കെ ആയിട്ട് ഓട്ടോയിൽ തിരിച്ചു വരിക. അപ്പൊ സച്ചി പറപ്പിക്കുകയാണ് കേട്ടോ. രേവതി ചോദിച്ചു, എന്തിനാ ഇതിന് മാത്രം സ്പീഡിൽ പോകണത്? അപ്പൊ നീയല്ലേ പറഞ്ഞ സ്പീഡിൽ പോണെന്ന്? അത് അങ്ങോട്ട് പോയപ്പോഴല്ലേ? അതെന്താ ഇങ്ങോട്ട് വന്നപ്പം ഈ പൂവൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെ ചീത്തയായി പോവില്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ താഴെ വീണ് പോയാലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല പൂ കഴിഞ്ഞോ, ഇത്ര ഉള്ളോ? അല്ല ഇനി ഒരുപാട് പൂവുണ്ട്, ഒരു 2 ട്രിപ്പ് കൂടെ വരേണ്ടി വരും. ആ ചേട്ടന്മാരുണ്ടല്ലോ, ആ ചേട്ടന്മാര് സഹായിച്ചോളും. കുറച്ച് മുമ്പ് നമുക്ക് പൂ എടുത്ത് വെച്ച ചേട്ടന്മാരെ അവിടെ വണ്ടി നിർത്തിയിട്ടാൽ മതി. ഇനി പോലീസൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ നീ പറയുന്ന പോലെയല്ലേ, നീ പറയുന്ന വാക്ക് കേട്ടിട്ട് എന്റെ 500 രൂപ പോയത്. എന്തായാലും ഇനി ഫൈനൊന്നും അടിക്കത്തില്ല. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അപ്പുറം മാറി വണ്ടി ഒന്ന് നിർത്തണേ. എന്താ നിനക്ക് വിശക്കുന്നുണ്ടോ? വല്ലതും കഴിക്കാനാണോ? അതൊന്നും അല്ല, ദേവു വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ദേവുവിനെ ഒന്ന് കയറ്റണം. അങ്ങനെ ദേവ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവള് കണ്ടു ദൂരേന്ന് ദേവ് ഇവിടെ നിൽക്കണു, വണ്ടി അവിടെ നിർത്താനായിട്ട് പറഞ്ഞു. എന്തായാലും ദേവുവിന് അതിനകത്ത് കയറാനുള്ള സ്ഥലം ഇല്ല കേട്ടോ. കാരണം പൂ കുറേ അടുക്കി ബാസ്ക്കറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതിനകത്ത് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മുടെ രേവതി ഇരിക്കുന്നത്. അപ്പൊ ദേവ് ചോദിച്ചു, ഞാനിനി എവിടെ കയറാനാ? മോളൊരു കാര്യം ചെയ്യാം, എന്റെ മടിയിലേക്ക് കയറിക്കോ. വേണ്ട, അവിടെ വരെ ഇരിക്കുമ്പോൾ ചേച്ചിക്ക് കാല് വേദനിക്കും. ഒരു കാര്യം ചെയ്യാം, ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് ഞാൻ കയറിയിരിക്കാം. അപ്പൊ ഞാനോ? അപ്പൊ സച്ചി പറഞ്ഞു, നീ നടന്നു വന്നോളാനാ ദേവ് പറയുന്നത്. നടന്നു വന്നോളാനൊന്നും അല്ല, അതെ ഒരു കാര്യം ചെയ്യാം, ചേച്ചി ഒരു കാര്യം ചെയ്തിട്ട് സച്ചേട്ടന്റെ അരികിലേക്ക് കയറിയിരിക്കുക, സച്ചേട്ടന്റെ അടുത്തേക്ക് കയറിയിരിക്കുക. പക്ഷെ സച്ചി ജന്മം ചെയ്താൽ സമ്മതിക്കത്തില്ല. സച്ചി ചോദിച്ചു, പിന്നെ ഡ്രൈവർ സീറ്റ് ഒരാളെ ഇരിക്കാൻ പാടുള്ളൂ, ഫൈൻ അടിക്കും. ഇല്ലെന്നേ, അങ്ങനൊന്നും ഇല്ല, ഇവിടം വരെയല്ലേ ഉള്ളൂ എന്നൊക്കെ ദേവ് പറയുന്നുണ്ട്. ഇല്ലില്ല ഞാൻ കയറ്റത്തില്ല, പിന്നെ എനിക്കിരിക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതി എന്തിനെ കയറ്റില്ല കേട്ടോ. അവസാനം തർക്കമായി വഴിയിലിറങ്ങി ഇങ്ങനെ നിൽക്കുക. പിന്നെ സച്ചി അവസാനം പറഞ്ഞു, കയറ്. പക്ഷെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ സച്ചി ഇറങ്ങി നിന്നിട്ട് അവളോട് കയറാൻ പറഞ്ഞു. കയറി ഇരുന്നപ്പോൾ പിന്നെ കണ്ടോ, എനിക്കിരിക്കാൻ സ്ഥലമില്ല, ഇച്ചിരി അങ്ങോട്ട് ഇച്ചിരി നീങ്ങിയിരുന്നേ എന്ന് പറഞ്ഞ് അവളിപ്പോൾ വീടുന്ന അവസ്ഥയെ. അവൾ പറഞ്ഞു, വേണ്ട നിങ്ങൾ പൊക്കോ, ഇമാതിരി എനിക്ക് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പുറത്തിറങ്ങി നിൽക്കുക. അവസാനം സച്ചി പറഞ്ഞു, കയറിക്കോ. അങ്ങനെ കയറിയിട്ടോ. കയറി രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ചോണ്ട്, രണ്ടുപേരും കൂടെ അല്ല, സച്ചി വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു, രേവതി അരികിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചെറിയ സീറ്റിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ചെയ്ത് പിടിച്ചിരിക്കണമല്ലോ. ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്ക് വീഴാൻ പോയപ്പോൾ നമ്മുടെ സച്ചിയെ പെട്ടെന്ന് കയറി ഇങ്ങോട്ട് പിടിച്ചോട്ടെ രേവതി. പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ഈ പെണ്ണ് എൻ്റെ കാണിക്കുന്നത് എൻ്റെ ബാലൻസ് കളയൂലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും സച്ചേട്ടൻ്റെ ബാലൻസ് ആണോ വണ്ടിയുടെ ബാലൻസ് ആണോ പോണത് എന്ന് ദേവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 ബാലൻസ് പോവും ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി. അവസാനം രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വഴക്കും പക്കാടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തട്ടി മുട്ടിയൊക്കെയാണ് അങ്ങ് മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ദേവ് ചോദിക്കുന്നുണ്ട്, ഇനി വേറെ ആരെങ്കിലും വേണോ മാല കെട്ടാനായിട്ട്? നമ്മൾ ഇത്രയും 2 പേരും പിന്നെ ചേച്ചിമാരാരൊക്കെ എത്ര പേര് വരാൻ പറഞ്ഞിട്ടുണ്ട്? അപ്പം രേവതി പറഞ്ഞു, നമ്മൾ കൂടാതെ ഒരു 6 പേരോടും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വീട്ടിലേക്ക് വന്നോളാന്നാ പറഞ്ഞത്. അത്രയും പേര് മതിയാവുന്നേ, അമ്മയോട് വരണ്ടാന്ന് പറഞ്ഞേരെ. കുഴപ്പമില്ല, അമ്മയ്ക്ക് അവിടുത്തെ കട നോക്കണമല്ലോ എന്നൊക്കെ ഇവര് സംസാരിച്ചുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. എന്തായാലും പറഞ്ഞ ചേച്ചിമാരൊക്കെ കൃത്യസമയത്ത് തന്നെ ചന്ദ്രോദയത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഉമ്മറത്ത് നിൽക്കുന്ന ഈ സ്ത്രീകളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ഓടി ഇറങ്ങി വന്നിട്ട്, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾ എന്തിനാ എന്റെ മുറ്റത്ത് കയറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ രേവതിയുടെ കൂട്ടുകാരിമാരാണ്, രേവതിയുടെ പൂക്കട തുറന്നപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓ അവളുടെ കൂട്ടുകാരാണോ? രേവതി ജോലിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാ. അവളെ ഒരു വേലക്കാരി, നിങ്ങളെ ജോലിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നോ? ഇത് നല്ല കൂത്ത് എന്നും പറഞ്ഞ് ചന്ദ്രമതി പറഞ്ഞത് മാത്രമേ ചന്ദ്രമതിക്ക് ഓർമ്മയുള്ളൂ. ഇതുങ്ങളെല്ലാം കൂടെ ചന്ദ്രമതിയുടെ എടുത്തിട്ട് അലക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചന്ദ്രമതിയുടെ വായടപ്പിച്ചു കളഞ്ഞു. ചന്ദ്രമതിയോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു അമ്മായിയമ്മയാ, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? രേവതിക്ക് എന്തുമാത്രം സ്നേഹം നിങ്ങളോടുണ്ട്? നിങ്ങളുടെ പേരല്ലേ ആ കടക്കി പോലും ഇട്ടിരിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്, രേവതിയോട് കാണിച്ചു കൂട്ടുന്ന ക്രൂരത? അപ്പൊ എന്റെ ഉമ്മർത്ത് വന്നിട്ട് എന്നോട് ചോദിക്കുന്നോ എന്നൊക്കെയായി. നിങ്ങളുടെ ഉമ്മർത്ത് വന്നിട്ട് രേവതി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്, രേവതി പറയാതെ ഞങ്ങൾ പോയില്ല.
പിന്നെ നിങ്ങൾ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങളായിരിക്കും രേവതിയെ നിങ്ങൾ പേടിപ്പിച്ച് രേവതി പേടിക്കുമായിരിക്കും. പക്ഷെ അവളൊരു പാവമായതുകൊണ്ട് അവൾ അങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളെങ്ങാണോ ആയിക്കണം വലിച്ചു കീറിയുണ്ടല്ലോ 4 കാലയിലേ നിങ്ങൾ നടത്തിയാനെ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി കുറച്ചു നേരം കണ്ണും തള്ളി ഇങ്ങനെ നിന്നു. ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ എന്നും പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് ഇങ്ങോട്ട് കയറി പോവാണ്. പോകുന്ന വഴിക്ക് കേൾക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണ് പറയാ, രേവതി ചേച്ചി ആയോണ്ടാ ഇതെല്ലാം ക്ഷമിക്കുന്നത്, എന്റെ അമ്മായിയമ്മങ്ങനെ ആയിരിക്കണം. അപ്പൊ ഫിത്തിയത്തും ഇങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇവളൊക്കെ റൗഡികളാണോ തോന്നുന്നത്, അവളിങ്ങ് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അകത്തേക്ക് ഓടിച്ചോടിയിട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയാണ്. സുധി ഇങ്ങനെ തേരാപ്പാര ഒരു പാന്റും കോട്ടും ഒക്കെ ഇട്ട്, കോട്ടില്ല പാന്റും ഷർട്ടും ഒരു ഭാഗമൊക്കെ ഇട്ട് ഇങ്ങനെ തേരാപ്പാര നടക്കുക. അതാണല്ലോ അവന്റെ പണി, ജോലി അന്വേഷിക്കുക എന്നൊരു പേര്. ആ ഒരു സമയത്താണ് ഇവൻ പൈസ കൊടുക്കാനുള്ള ഇവന്റെ ആ പാർക്ക് പാർട്ട്ണർ കാണുന്നത്. ഇവൻ അവനെ കണ്ടതും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. ബ്രോ ബ്രോ എന്ന് പറഞ്ഞ് അവൻ വിളിച്ചുകൊണ്ട് ഓടി പുറകെ വരുന്നുണ്ട്. അവസാനം ഒരു കാറിന്റെ പുറകെ വന്നിട്ട് ഈ സുധി ഒളിച്ചിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഓടിപ്പോയി എന്നൊക്കെ വിചാരിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ ഓർത്ത് തിരിഞ്ഞതാണ്. ദേ പുറകെ നിൽക്കുന്നത് നമ്മുടെ ബ്രോ. എന്തായാലും പേടിച്ചരണ്ട്. നീ എന്തിനാണ് ഓടിയേ? അല്ല എന്നെ ഓടിച്ചിട്ടല്ലേ ഞാൻ ഓടിയത്. അല്ല നീ ഓടിയെന്നുണ്ടല്ലേ ഞാൻ ഓടിച്ചത് എന്നൊക്കെ ആയി. അവസാനം പറഞ്ഞു, എന്റെ ബ്രോ എന്റെ കയ്യിൽ 5 പൈസയില്ല, ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ട്, ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളത്തിന് കാശ് തരാം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞതും ബ്രോ പറഞ്ഞു, അതെ ചിരിപ്പിക്കല്ലേ എന്നെ തമാശ പറഞ്ഞു, നീ ഇനി എന്റെ കാശ് തരണ്ട. എന്നോടുള്ള സിമ്പതി തോന്നിയിട്ട് കാശ് വേണ്ടാന്ന് വെച്ചാണോ? അപ്പോഴേക്കും ബ്രോ പറഞ്ഞു, അതെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്നും അനിയന്റെ കയ്യിൽ നിന്നും മേടിച്ച കാശ് പോലും ഞാൻ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല. പിന്നെ അല്ലേ കൂട്ടുകാരനായ നീ, എടാ നിന്റെ കെട്ടിയോൾ എനിക്ക് കാശ് തന്നടാ, നീ തരാനുള്ള കാശും അതിന്റെ പലിശ അടക്കം അവള് തന്നു. എടാ നിനക്ക് ജോലി ഇല്ലെങ്കിൽ എന്താ ഇതുപോലെ തങ്കപ്പെട്ട ഒരു കെട്ടിയോളെ കിട്ടിയില്ലേ? എന്റെ ശ്രുതി തന്നോ, എനിക്ക് വേണ്ടിയിട്ട് അവള് തന്നോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുക. എന്തായാലും ഇനി ബ്രോ എന്നെ കാണുമ്പോൾ ഓടണ്ട കേട്ടോ, നമ്മള് പഴയതുപോലെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് അവസാനം പാർക്കിലേക്ക് വരുന്നോന്ന് ചോദിച്ചപ്പോ ഇല്ല അത് ശ്രുതിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാണ്. എന്തായാലും പോവാ എന്നാ പൊക്കോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഒരു കാര്യം കൂടി ചോദിച്ചു, അതേ ഒരു 14 ലക്ഷം എനിക്ക് തരാൻ പറ്റുമോ? ഇത് കേട്ട് ബ്രോ ഞെട്ടിപ്പോയിട്ടോ. ആ കൂട്ടുകാരൻ ഞെട്ടിപ്പോയി. 14 ലക്ഷോ? എന്റെ കാനഡയിലെ ജോലിക്ക് ഫസ്റ്റ് കിട്ടുന്ന ശമ്പളം അത് ഞാൻ തന്നേക്കാം. ഇഷ്ടംപോലെ ശമ്പളം ഒന്നേ, 14 ലക്ഷം ഒന്നും അല്ല. ഇനിയിപ്പോ എന്റെ കെട്ടിയോള് അല്ലെങ്കിൽ ഞാൻ തന്നില്ലല്ലോ, എന്റെ കെട്ടിയോള് തരുന്നു, മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കിടന്നൊരു കല്ലെടുത്ത് സുധിയെ എറിയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും സുധി അവിടെ നിന്ന് ഓടി. ഇവൻ ജന്മത്തിൽ നന്നാവൂല എന്ന് ആ ബ്രോ മനസ്സിലിങ്ങനെ വിചാരിക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി നേരെ വീട്ടിലേക്ക് ചെന്നു. ശ്രുതി ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓടി ചെന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കാനാണ് കേട്ടോ. പേടിച്ചു പോയി ശ്രുതി. എന്താ ശ്രുതി കാണിക്കുന്നത്? എടേ ഞാൻ ആ കൂട്ടുകാരനെ കണ്ടു, നീ പൈസ കൊടുത്തല്ലേടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയില്ല. ശ്രുതി അയാൾ കാരണം കുറേ കഷ്ടപ്പെടും, അയാൾ അത്ര നീറ്റല്ല, അതുകൊണ്ട് അയാൾ ഭീഷണിപ്പെടുത്തിയതൊക്കെ അല്ലേ. എന്തായാലും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിനക്ക് എന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടല്ലോ, ഞാൻ ഓർത്ത് നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുന്നു. ശ്രുതിയോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ശ്രുതിക്ക് നല്ലത് പറഞ്ഞെന്നല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. എന്തായാലും ശ്രുതി ഇനിയിപ്പോ അവരോടൊന്നും കടം മേടിക്കാനൊന്നും പോവല്ലോ കേട്ടോ. ഇല്ല. അല്ല നിനക്ക് എവിടെ നീ കാശ് കിട്ടി? പെട്ടെന്ന് തന്നെ ഇവിടെ ഒന്ന് പതറി എന്നിട്ട് പറഞ്ഞല്ല, എനിക്ക് ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും ഇനി എന്നോടൊന്നും മറച്ചു വെക്കല്ലോ കേട്ടോ, നമ്മൾ തമ്മിൽ ഒരു സീക്രട്ടും പാടില്ല കേട്ടോ എന്ന് ശ്രുതി പറഞ്ഞു കേട്ടോ. അപ്പൊ ശ്രുതി പറഞ്ഞു, ശരിയാ, നീയോ എന്നോടൊന്നും മറച്ചു വെക്കില്ല, ഞാനും നിന്നോടൊന്നും മറച്ചു വെക്കില്ല. പക്ഷെ ഉണ്ടല്ലോ നമ്മുടെ ശ്രുതി മറച്ചു വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി കുറെ കാര്യങ്ങൾ. അതോർത്തിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ ഇല്ല, മുഖത്ത് ടെൻഷൻ കാണുകയും ചെയ്യാം. എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഓട്ടോയിൽ വരുന്നുണ്ട്. ദേവും ഉണ്ട് കേട്ടോ. ഈ പൂവൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ചേച്ചിമാരൊക്കെ പൂവൊക്കെ ഇറക്കാനായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ പൂ ഇറക്കി വെച്ച് നമ്മുടെ ദേവ് നോക്കിയത് ഈ ചന്ദ്രമതിയുടെ മുഖത്തേക്കാണ്. ചന്ദ്രമതിയുടെ ഭാവം കണ്ടപ്പോ ദേവിന് പേടിയായിട്ടോ. ദേവ് അന്തം വിട്ടിങ്ങനെ നോക്കുക. ചന്ദ്രമതി ഇവളോടാരാ എവിടെ കയറാൻ പറഞ്ഞെന്നും ചോദിച്ചു ദേവുവിന്റെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് വരികയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും